ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ആരും പറഞ്ഞു കൊടുത്തിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. സത്യം, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ ആൾക്കാർ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അജറക്കിൻ്റെ സെയിലോ കാര്യങ്ങളോ ഒന്നും അല്ല പറയാൻ പോണത്. ഞാൻ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സ് നമുക്ക് എങ്ങനെ സെയിൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയിട്ടോ. കാരണം കുറേ ആൾക്കാർ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർക്കിതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലുമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോനെ എടുത്ത് നോക്കിയാൽ അറിയാം, 10,000 പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ വഴി വേറൊരാൾക്കും കൂടി കിട്ടുമ്പോഴത്തേക്ക് അത്രയും സന്തോഷം വേറെ ഇല്ല. നമ്മളിപ്പം ഞാൻ സെയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെയർ ബോ സെയിലിങ് അങ്ങനെയൊക്കെ കുറേ നടത്തിയ ടൈമിലും ഞാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടിയത്, ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഇത് എവിടെ നിന്ന് കിട്ടി, എനിക്ക് ഈ റേറ്റിന് മേടിക്കാനാണ് ചോദിച്ചപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടില്ല. സത്യം, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോഴും അവർ പറയണത് അത് പറയാൻ പറ്റില്ല, പിന്നെ ചിലവർ റിപ്ലൈ തരത്തില്ല. അങ്ങനത്തെ കുറേ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെയിലെന്ന് പറയുമ്പോഴത്തേക്ക് അത് 50% വെച്ച് നോക്കിയാൽ ശരിയാണ്, 50% വെച്ച് നോക്കിയാൽ ശരിയല്ല. 50% ശരിയാണെന്ന് വെച്ചാലേ അവരിപ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ കസ്റ്റമർ കുറയുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ചിലവർ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താലും നമുക്കുള്ള കസ്റ്റമറാണ് അവർക്ക് വരുന്നത് എന്നില്ല, അതൊരു പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവർക്ക് മിക്ക ആൾക്കാർക്കും ഞാൻ സ്ഥലവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് എടുക്കുന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അവരിപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് നടത്തിയാൽ അവർക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടെങ്കിൽ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാം. പിന്നെ വീട്ടിൽ വരുമാനമൊന്നുമില്ല, ഹസ്ബൻഡ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെയൊക്കെ തുടങ്ങും. കുറേ പേര് എൻ്റെ വാക്ക് കേട്ട് ഇപ്പോൾ സെയിൽ തുടങ്ങി, എനിക്ക് മെറ്റീരിയൽ പോകുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വഴി അവർക്കതൊരു ഇൻസ്പയർ ആയെങ്കിൽ വളരെ സന്തോഷം. എനിക്ക് അത്രയും സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വന്ന കമൻറ്റുകളെന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് വഴി എങ്ങനെയാണ് ചേച്ചി സെയിൽ ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മിക്ക ആൾക്കാർക്കും ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, വിശദീകരണമായിട്ട് തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ച് ഇതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ കമൻറ്റ് ടൈപ്പ് ചെയ്ത് ചെയ്യണ്ട, വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോയും കൂടെ കാണിച്ചു തരാം. ആറ് ദിവസമായ വീഡിയോ ആണ്. ഈ വീഡിയോ ആണ് എല്ലാവർക്കും ഇൻസ്പയർ ആയെന്നും പറഞ്ഞത്. 10,000 പേര് കണ്ടിട്ടുണ്ട്, 66 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കുറേ പേര് ഫേസ്ബുക്ക് വഴി നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതാണ് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീൻ സൈഡിൽ കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും എനിക്ക് ഫേസ്ബുക്കിൽ കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് കിട്ടണമെന്ന്. അല്ല, എൻ്റെ പ്രൊഫൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറും 35 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മീഷോ പോലെ വാങ്ങാം. പിന്നെ അത് കഴിഞ്ഞ് ആ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ കാറ്റഗറി എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ അത് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. അടുത്ത വാട്ട് ആർ യു സെല്ലിങ്, നിങ്ങൾ എന്താണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്നത് അജറക്ക് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ എന്നോ അജറക്ക് മെറ്റീരിയൽ, അജറക്ക് DCM അങ്ങനെ. പിന്നെ നമുക്ക് പ്രൈസിൻ്റെ അവിടെ എത്രയാണോ റേറ്റ് അത് കൊടുക്കാം. പിന്നെ ലൊക്കേഷൻ, പിന്നെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഞാൻ 295 മീറ്റർ അജറക്ക് DCM എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇനി താഴോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് അപ്ലോഡ് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് അപ്ലോഡ് എടുത്തിട്ട് ഞാനിപ്പോൾ അജറക്കാണ്, അപ്പോൾ അജറക്കിൻ്റെ ഫോട്ടോസ് ഓരോന്നായിട്ട് നമുക്ക്
അപ്ഡേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. എൻ്റെ നെറ്റ് കഴിയാറായി, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അടുത്ത നമുക്ക് എത്ര ഫോട്ടോസ് വേണോ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ 2 ഫോട്ടോസിനെ ഇവിടെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ താഴെ അതിൻ്റെ മുകളിൽ നമുക്ക് ഓഫർ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ഓഫർ എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ അല്ലെന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുക്കാം. എൻ്റെ ഇതിൽ നെറ്റ് സ്ലോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പം ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണിക്കും. ട്രിവാൻഡ്രം സെയിൽ, എന്തും വിൽക്കാം, എന്തും വാങ്ങാം, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ വരും, സൈറ്റുകളൊക്കെ വരും. അപ്പം നമുക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്, എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഇത്രയും സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ എന്നും പറഞ്ഞ് കൊടുക്കാം. ഷെയർ കൊടുക്കുമ്പോൾ തന്നെ അപ്പോഴേ നമ്മളെ സാധനം ഇവിടെ സെല്ല് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇട്ടത് കാണാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷനിൽ എടുക്കണം. അപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത സാധനം കേട്ടോ. ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ഇട്ട സാധനമാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആൾക്കാർ മെസ്സേജ് അയച്ചതും വാങ്ങിയ ആൾക്കാരെയൊക്കെ ലിസ്റ്റുകളാണ് അതിൻ്റെ താഴെ കിടക്കുന്നത്. ഇനി നമുക്ക് ഓർഡറിൻ്റെ മെസ്സേജ് വരുന്നത് മെസ്സേജ് ലിസ്റ്റിൽ മാർക്കറ്റ് പ്ലേസ് എന്നും പറഞ്ഞ ലിസ്റ്റ് കിടപ്പുണ്ട്. ഇവിടെയാണ് നമുക്ക് ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ 1 മെസ്സേജ് 2 മെസ്സേജ് എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ നമുക്കത് ഇത്രയും മെസ്സേജുകളെല്ലാം എനിക്ക് അജറക്കിൻ്റെ ഇതിൽ വന്ന മെസ്സേജുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നാളെ തൊട്ട് നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് നാളെ വരുന്നതായിരിക്കും. നമ്മളെ കറക്റ്റ് ഒരു 7 മണി 7:30 അതിനകത്താണ് വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ അതും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. Bye.